ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ഞായറാഴ്ച 6 മണി മുതൽ രാത്രി 11 മണി വരെ എൻ്റെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുട്ടികൾ അവരുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ അഖണ്ഡ പ്രാർത്ഥന അഥവാ യൂണിറ്റി പ്രവർ നടത്തുകയുണ്ടായി. അത് ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യവും അംഗീകാരയോഗ്യമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം അവർ ദൈവമുമ്പാകെ അംഗീകരിക്കപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങൾ അവർക്ക് 2 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊറോണ എന്ന മഹാവ്യാധി മനുഷ്യനെയും പ്രകൃതിയെയും നശിപ്പിക്കാതെ വിട്ടുമാറുക, പരിശുദ്ധ സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാവുക. അവരുടെ അഖണ്ഡ പ്രാർത്ഥനയുടെ സമയദൈർഘ്യം ചുരുങ്ങിയതാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പഴഞ്ചൊല്ല് നാം ഓർക്കണം, അണ്ണാറക്കണ്ണനും തന്നാലായത്. അങ്ങനെ പറഞ്ഞ് ഒഴികെ മാത്രമല്ല, ദൈവം കുഞ്ഞുമക്കളുടെ അപേക്ഷ കേൾക്കുന്നവനാണ്. അത് നമ്മുടെ അനുതാപത്തിൻ്റെ മെമ്മോറായിൽ ദൈവമേ അനുഗ്രഹിക്കുക എന്ന പാട്ടിൽ ഉണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു, വൃദ്ധന്മാർ പഴിച്ചാൽ പൈതങ്ങൾ അപേക്ഷിക്കാൻ. എല്ലാ മനുഷ്യജാതിക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നൽകിയ അപേക്ഷ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ കൊറോണയും മാസ്ക് ധരിക്കലും ഇപ്പോൾ പലർക്കും ഒരു തമാശ മാത്രമാണ്. അതിലുപരി അത് മാറിപ്പോകുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കുഞ്ഞുങ്ങളും അവരുടെ ഭാവി കരുപിടിപ്പിക്കലുമായിരിക്കും. കുഞ്ഞുങ്ങളുടെ കളികളും തമാശകളും ഒഴിവാക്കപ്പെട്ട് വളരുന്ന തലമുറ യഥാർത്ഥ വ്യക്തിത്വത്തിൽ ആയിരിക്കുകയില്ല വളരുന്നത്. താക്കോൽ കൂട്ടത്തിലെ താക്കോൽ തമ്മിലുള്ള ഉരശലുകൾ അവയിലെ തുരുമ്പും അഴുക്കും നശിപ്പിക്കും. കുഞ്ഞുങ്ങൾ ഒന്നിച്ചു കൂടുന്നത് കൊണ്ട് അങ്ങനെ ഒരു വലിയ മഹത്വമുണ്ട്. ഒറ്റയ്ക്കിരുന്നാൽ തുരുമ്പ് പിടിച്ചിരിക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ 1 1.5 വലിയ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഏകാന്തവാസത്തിൻ്റെ തടവറയിലാണ്. മാതാപിതാക്കൾ ബിസിയാണല്ലോ, പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് നേരമില്ല. പിന്നാണോ കുഞ്ഞുങ്ങളെ നോക്കുവാൻ നേരം? 3-4 മാസം മുമ്പ് വന്ന വീഡിയോയിൽ ഒരു കുഞ്ഞ് അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ എന്ത് വരുമാനം ലഭിക്കുമെന്ന്. അവൻ അത് പലരിൽ നിന്ന് സമ്പാദിച്ച് അപ്പന് കൊടുക്കുന്നു. 1 മണിക്കൂർ നേരം എനിക്കെൻ്റെ പപ്പയെ കൂടെ വേണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് വെറും ഒരു കഥയാകാം, പക്ഷേ ഏറ്റക്കുറച്ചിലോടുകൂടി പല ഭവനങ്ങളിലും ഇത് നടക്കുന്നു. മക്കളെ നോക്കാതെ അപ്പനും അമ്മയും ആർക്കു വേണ്ടിയാണ് പണം സമ്പാദിക്കുന്നത്? പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ അത്യാർത്തി പൂണ്ട് നടക്കുന്നത്? നാണമില്ലേ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നോട് പരിഭവം തോന്നരുത്. അങ്ങനെ തോന്നുന്ന പക്ഷം ക്ഷമിക്കുക. നമ്മുടെ ഭാവി തലമുറയെ ഓർത്തെങ്കിലും നാം ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയും അനുതാപത്തോടും പശ്ചാത്താപത്തോടും കണ്ണീരോടും ഏറ്റുപറച്ചുകളോടും ആർത്തിയും അത്യാർത്തിയും മറന്ന് ദൈവസന്നിധിയിലേക്ക് നാം അടുക്കേണ്ടിയിരിക്കുന്നു. നാം ഓരോരുത്തരുടെയും പാപങ്ങൾ നിമിത്തമായി കുഞ്ഞുങ്ങൾ ബാധ മൂലവും നമ്മുടെ പ്രവൃത്തിദോഷം മൂലമുള്ള ബന്ധനങ്ങളിൽ കുരുങ്ങിപ്പോകാതെ ഇരിപ്പാൻ പ്രാർത്ഥിക്കണം. നാം ഉണരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ അവൻ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മോട് കരുണ ചെയ്യാതിരിക്കുകയില്ല. ഇത് നിനവേക്കാരുടെ അഭ്യർത്ഥനയായിരുന്നു. നമുക്കും അങ്ങനെ ചെയ്യാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പൊന്നുനാഥ, പാവികളായ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ ഞെരുക്കുന്ന ബാധയെ അവിടുന്ന് വിരോധിക്കണമേ. ഞങ്ങളുടെ സഭയോട് കരുണ ചെയ്യണമേ. നിന്റെ നാമമഹത്വത്തിനായി ഈ ലോകത്ത് കഴിയുന്ന ഒരു പരിശുദ്ധ സഭയായതിനെ ആക്കി തീർക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.